എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട് ഈ ഒരു വാക്ക്, ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം എന്നുള്ളത്. എന്താണിത്? സത്യത്തിൽ എന്താണിത്? തട്ടിപ്പാണോ അതോ ആൾക്കാർ വെറുതെ പറയുന്നതാണോ? ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോഴായിരിക്കും അറിഞ്ഞു വരുന്നത്. പക്ഷേ ഇത് നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ആൾക്കാർ മനസ്സിലാക്കിയ കാര്യമാണ്. സ്വന്തം ചിന്തകളുടെ ശക്തി കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷനുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അതിന് മനസ്സിലൊരു സങ്കല്പവും അതിനൊരു രൂപവും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു വീട് പണിയുന്ന കാര്യം ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ആദ്യം വീട് പണിഞ്ഞതിന് ശേഷമാണോ നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്നത്? നമ്മൾ ആദ്യം മനസ്സിൽ ചിന്തിക്കും, എനിക്കൊരു വീട് വേണം, അത് ഇങ്ങനത്തെ ഒരു വീടായിരിക്കണം, എത്ര രൂപ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു വീടായിരിക്കണം, അതിനെന്തെല്ലാം എത്ര മുറികളുണ്ടായിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇതെല്ലാം നമ്മളുടെ ചിന്തകളിൽ ആദ്യം വന്നിരിക്കത്തില്ലേ? അതുപോലെ തന്നെയാണ് ആ ചിന്തകളിൽ വന്നതിന് ശേഷമാണ് ഓരോ പ്രവൃത്തികളും യാഥാർത്ഥ്യമാകുന്നത്. നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതം സ്വയം ചിട്ടപ്പെടുത്തിയെടുക്കുക. നമ്മൾ ഇന്നാണ് ചിലപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ കേൾക്കുന്നത്. വർഷങ്ങൾ കൊണ്ടുള്ളതായിരിക്കാം ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മൾ അറിയുന്നത് പോലുമില്ല. എല്ലാ വ്യക്തികൾക്കും അതിൻ്റേതായൊരു സമയമുണ്ട്. ആ സമയം വന്നെത്തുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതും ഇതിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതും. അത് നിയോഗമാണ്, നമുക്ക് ഒരു കാര്യങ്ങളിൽ എത്തിപ്പെടാനുള്ള നിയോഗം. ഈ പ്രപഞ്ചത്തിൽ എത്ര കോടി ജനങ്ങളും കാര്യങ്ങളുമുണ്ട്. എല്ലാവരും ഈ ലോ ഓഫ് അട്രാക്ഷനിലൊന്നും എത്തിച്ചേരുന്നില്ല. നമ്മൾക്ക് ദൈവം ഒരു നിയോഗം, നമുക്കൊരു അവസരം തരുന്നു. ആ അവസരമുള്ളവരാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തെ ബോധപൂർവം പ്ലാൻ ചെയ്ത് നമ്മൾ സക്സസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് ഈ ഒരു മാർഗത്തിലൂടെ കഴിയുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്ത് അങ്ങനെ വിജയിച്ചിട്ടുള്ളവരാണ് എല്ലാവരും. നമ്മൾ മഹാന്മാരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അവർ പറയുന്ന ഓരോ വാക്കുകളും ഈ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ ഏത് വ്യക്തികളെ, ഏത് ചരിത്രകാരന്മാരെയായിട്ട്, ചിന്തകന്മാരെയായിട്ട്, ആരെ വേണേലും എടുത്തു നോക്കൂ, അവരുടെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവരെല്ലാം പറഞ്ഞു വരുന്നത് ഈ ഒരൊറ്റ തത്വത്തിൽ മാത്രമാണ്. നമുക്ക് വിജയിക്കണോ, ജീവിത വിജയം നേടണമെങ്കിൽ അത് നമ്മൾ വേറെ ആര് ചിന്തിച്ചാലോ ആര് പ്രവർത്തിച്ചാലോ ഒന്നും നടക്കുന്നില്ല. നമ്മൾ സ്വയം വിചാരിക്കണം, നമുക്ക് വിജയം നേടണമെന്നോ, നമ്മൾ സക്സസ്സിലെത്തണമെന്നോ, നമുക്ക് നേടണം, നമ്മൾ ജീവിച്ച് കാണിക്കണം, നമുക്ക് സന്തോഷമായിരിക്കണം, ഏത് രീതിയിലും നമ്മൾ സക്സസ് ആയിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയല്ലേ നമ്മൾ ആദ്യം ചിന്തിച്ച് വേണം ഇത് നേടിയെടുക്കാനായിട്ട്. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം പറയുന്നത്. നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അത് നമ്മളിലേക്ക് തന്നെ വന്നെത്തുന്നു. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.